യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി വീണ്ടും ഗവർണറെ കണ്ട ചാണ്ടിയുമ്മൻ. മോചനത്തിൽ ഇടപെടണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടു. നേരത്തെയും ചാണ്ടിയുമ്മൻ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഗവർണറെ കണ്ടിരുന്നു. വിവരങ്ങളുമായി സുനിഷ ഇലൂരുണ്ട്. സുനിഷ, രണ്ടാമതാണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ ഗവർണറെ കാണുന്നത്. ഇന്നിപ്പോൾ തലാലിന്റെ സഹോദരൻ വേഗം തന്നെ വധശിക്ഷ നടപ്പാക്കണം എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ചാണ്ടിയുമ്മന്റെ പുതിയ നടപടി. എന്താണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് കണ്ടത്? സാങ്കേതിക പ്രശ്നമുണ്ട്. ഗവർണറെ ചാണ്ടിയുമ്മൻ രണ്ടാമതും കണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ വീണ്ടും ഇടപെടണം എന്നൊരാവശ്യമാണ് ചാണ്ടിയുമ്മൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നിപ്പോൾ തലാലിന്റെ സഹോദരൻ ഇനി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നും വധശിക്ഷ വളരെ പെട്ടെന്ന് നടപ്പാക്കണം എന്നും പ്രോസിക്യൂഷന് നൽകിയ കത്ത് പുറത്തുവന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് മോചനത്തിൽ ഇടപെടണമെന്ന ആവശ്യം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വീണ്ടും ചാണ്ടിയുമ്മൻ ഗവർണറെ കണ്ടിരിക്കുന്നത്. സുനിഷ, എപ്പോഴാണ് ഗവർണറെ ചാണ്ടിയുമ്മൻ കണ്ടത്? സ്മൃതി, ഇന്ന് ഉച്ചയ്ക്കാണ് ചാണ്ടിയുമ്മൻ ഗവർണറെ കണ്ടത്. നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടൽ വേഗത്തിലാക്കണമെന്ന ആവശ്യം അറിയിക്കണമെന്നുള്ളത് തന്നെയാണ് ഇന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ഉടൻ തീയതി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തലാലിന്റെ സഹോദരൻ അറ്റോർണി ജനറലിന് അപേക്ഷ നൽകിയിരുന്നു. ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ കുടുംബവുമായി ഒരു മധ്യസ്ഥ ചർച്ച അത് തയ്യാറല്ല എന്നുള്ളതായിരുന്നു തലാലിന്റെ സഹോദരൻ അറ്റോർണി ജനറലിനെ അറിയിക്കുകയും ചെയ്തത്. കഴിഞ്ഞ 16-ന് ഈ പറഞ്ഞതുപോലെ ഈ വധശിക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ, വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിയതിന് പിന്നാലെ രണ്ടാം തവണയാണ് ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയത്. തിരക്കിട്ട നീക്കങ്ങൾ ഇപ്പോൾ മധ്യസ്ഥ ചർച്ചയ്ക്കടക്കം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ കൃത്യമായ ഇപ്പോൾ വീണ്ടും തലാലിന്റെ സഹോദരൻ ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയ പശ്ചാത്തലത്തിലാണ് വേഗത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നത് എന്നതാണ്. വീണ്ടും ഗവർണറെ കാണാനുണ്ടായ സാഹചര്യവും അത്തരത്തിലാണ്. ഏതായാലും കേന്ദ്രത്തിന്റെ സമ്മർദ്ദം അത് വേണ്ടതാണെന്നാണ് ചാണ്ടിയുമ്മൻ ഇപ്പോൾ ഗവർണറെ കണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.